Hello dears. For the past few classes we are discussing Social Science 2nd Chapter 4 by the hands of nature. You might have realized that external forces cause both erosional and deposition. In our last class we discussed about landforms created by underground water. Today we are going to discuss about coastal landforms. Some coastal scenarios. Coastal landforms are created by erosional and depositional process carried out by waves. സീ വേവ്സിൻ്റെ ഇറോഷണൽ ഡിപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഫലമായാണ് കോസ്റ്റൽ ലാൻഡ്ഫോംസ് രൂപം കൊള്ളുന്നത്. നിങ്ങളിൽ പലരും ബീച്ചസിൽ പോയിട്ടുണ്ടാകും. വളരെ ശക്തമായിട്ട് വേവ്സ് കരയിലേക്ക് അടിച്ചു കയറുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ശക്തമായ വേവ്സിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ഫലമായി ഇറോഷണൽ ഡിപ്പോസിഷണൽ പ്രോസസ്സ് നടക്കുന്നു. അതിൻ്റെ ഫലമായി കോസ്റ്റൽ ലാൻഡ്ഫോംസ് രൂപം കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ലാൻഡ്ഫോംസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. There are two types of coastlines, റോക്കി കോസ്റ്റ് ആൻഡ് നോൺ റോക്കി കോസ്റ്റ്. കടൽ തീരത്തെ പൊതുവെ രണ്ടായി തിരിക്കാം: പാറക്കെട്ടുകൾ നിറഞ്ഞവയും പാറക്കെട്ടുകൾ അല്ലാത്തവയും. Let us take a look at some landforms along such coastlines. The steep hillock facing the sea are called sea cliffs. These steep structures are formed by the crumbling of sea-facing slopes due to wave erosion. Crumbling means breaking or falling apart into small fragments. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് സീ ക്ലിഫ്സ്. വേവ് ഇറോഷൻ്റെ ഫലമായി കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ ലാൻഡ്ഫോംസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ദ പിക്ചർ ഗിവൺ ഈസ് ദാറ്റ് ഓഫ് എ സീ ക്ലിഫ് അറ്റ് വർക്കല ബീച്ച് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല തീരത്ത് കാണപ്പെടുന്ന സീ ക്ലിഫിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേവ് ഇറോഷൻ്റെ ഫലമായി കടലിന് അഭിമുഖമായിട്ടുള്ള കരഭാഗം ഇടിഞ്ഞുണ്ടാകുന്ന ചെങ്കുത്തായ ഭാഗങ്ങളെയാണ് സീ ക്ലിഫ്സ് എന്ന് വിളിക്കുന്നത്. ദി സ്ട്രോങ് ബ്ലാസ്റ്റ് ഓഫ് സീ വേവ്സ് ഓൺ ദി റോക്കി കോസ്റ്റ് cause the wearing down of rocks. As a result of such abrasion by waves, isolated rock pillars are formed from coastal rocks. Such pillar-like rocks standing upright along the coastline are called stacks. Picture given is that of stack found along coast of Thalassery in Kannur district. സീ വേവ്സ് കടൽ തീര പാറക്കെട്ടുകളിൽ ശക്തമായി ഇടിക്കുന്നതിനാൽ അവയ്ക്ക് വിയറിംഗ് ഡൗൺ സംഭവിക്കുന്നു, തേയ്മാനം സംഭവിക്കുന്നു. ഇപ്രകാരം സീ വേവ്സിൻ്റെ അബ്രേഷൻ്റെ ഫലമായി കടൽ തീര പാറക്കെട്ടുകളിൽ ഒറ്റപ്പെട്ട തൂണുകളായിട്ട് രൂപം കൊള്ളാറുണ്ട്. ഇങ്ങനെ കടൽ തീരത്ത് എഴുന്നു നിൽക്കുന്ന പില്ലർ പോലെയുള്ള ലാൻഡ്ഫോംസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്സ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കടപ്പുറത്ത് കാണപ്പെടുന്ന സ്റ്റാക്സിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹൗ ഡു ദീസ് സ്റ്റാക്സ് വിത്ത്സ്റ്റാൻഡ് ദി സ്ട്രോങ് വേവ് ഇറോഷൻ? ശക്തമായ വേവ് ഇറോഷനെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള റോക്സ് ആയതിനാലാണ് ഇവ നിലനിൽക്കുന്നത്. എന്നാൽ കണ്ടിന്യൂസ് വേവ് ഇറോഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാക്സിന് രൂപമാറ്റം സംഭവിക്കാം. ബീച്ചസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിപ്പോസിഷൻ ബൈ വേവ്സ്. ബീച്ചസ് ആർ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അലോങ് ദി കോസ്റ്റ് ലൈൻ ഫോംഡ് വിത്ത് സാൻഡ്, ഗ്രാവൽ എക്സെട്ര. സീ വേവ്സിൻ്റെ ഡിപ്പോസിഷൻ്റെ ഫലമായിട്ടാണ് ബീച്ചസ് രൂപം കൊള്ളുന്നത്. മണൽ, മിനുസമുള്ള ചരൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന ലാൻഡ്ഫോംസ് ആണ് ബീച്ചുകൾ. You might be aware of the tourism prospects of few prominent beaches in Kerala like കോവളം, ശംഖുമുഖം, വർക്കല, ചെറായി, കോഴിക്കോട് എക്സെട്ര. 580 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് കേരളത്തിലെ തീരദേശം. ഇന്ത്യയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മുടെ കടൽ തീരങ്ങളും ഉൾപ്പെടുന്നു. Try to get first-hand experience of diversified coastal landforms along the extensive coastlines of Kerala during your study tour. There are 3 landforms are created by waves: sea cliffs, stacks and beaches. Sea cliffs and stacks are formed by erosion and beaches are formed by deposition. Our next topic is along the sandy stretches. Look at the picture. List the features that distinguish desert from other places. High temperature, sandy, strong wind, very low rain, plants and animals are very less. Which is the major geomorphic agent creating landform in desert? Landforms created by wind are mostly seen in deserts.
Observe the picture. You can see the removal of sand particles by strong winds. The strong whirlwind carry away the dry desert sand from one place to another. This process of wind erosion is called deflation. വിൻഡ് ഇറോഷൻ്റെ ഭാഗമായിട്ടാണ് ഡെസേർട്ടിൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. മണൽക്കാറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ്. അതോടൊപ്പം അവിടുത്തെ മണലിനെ കൂടി പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. അപ്പം അങ്ങനെയുള്ള കാറ്റ്, ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് ഡെസേർട്ടിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പ്രോസസ്സിനെ വിൻഡ് ഇറോഷനെ വിളിക്കുന്ന പേരാണ് ഡിഫ്ലേഷൻ. As a result of the continued erosion caused by the sand and other rock particles carried by strong winds, rock in desert get worn down. This process of wind erosion is called abrasion. Figure shows here is of a rock formed in this manner. Such a rock seen in desert resembling mushrooms are called mushroom rocks. വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ് ഡെസേർട്ടിൽ അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ കാറ്റിൽ സാൻഡ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ റോക്ക് പാർട്ടിക്കിൾസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചുകൊണ്ട് വരുന്ന മണൽത്തരികളും മറ്റ് റോക്ക് പാർട്ടിക്കിൾസും ഡെസേർട്ടിൽ ഉയർന്നു നിൽക്കുന്ന റോക്സിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായിട്ട് റോക്സിന് തേയ്മാനം സംഭവിക്കുന്നു. ദിസ് പ്രോസസ് ഓഫ് വിൻഡ് ഇറോഷൻ ഈസ് കോൾഡ് അബ്രേഷൻ. ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു റോക്കിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പൊതുവെ കൂൺ രൂപത്തിൽ, മഷ്റൂമിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ഇത്തരം റോക്സിനെ മഷ്റൂം റോക്സ് എന്നാണ് വിളിക്കുന്നത്. വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ ദി ഇൻക്രീസ്ഡ് ഇറോഷൻ അറ്റ് ദി ബോട്ടം ഓഫ് ദി റോക്സ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ? മഷ്റൂം റോക്സിൻ്റെ അടിഭാഗത്ത് കൂടുതൽ ഇറോഷൻ നടക്കുന്നതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റിന് മണൽത്തരികളെ നിശ്ചിത പരിധിയിൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ റോക്സിൻ്റെ അടിഭാഗത്താണ് കാറ്റ് കൂടുതൽ ശക്തമായിട്ട് അടിക്കുന്നത്. ഇറോഷൻ കൂടുതൽ സംഭവിക്കുന്നത് റോക്സിൻ്റെ താഴെയുള്ള ഭാഗത്താണ്. The sand dunes formed in desert are a result of the deposition by wind. The sand dunes commonly formed in crescent shape are called barkans. കാറ്റിൻ്റെ ഡിപ്പോസിഷൻ്റെ ഫലമായിട്ട് ഡെസേർട്ടിൽ രൂപം കൊള്ളുന്ന ലാൻഡ് ഫോമാണ് സാൻഡ് ഡ്യൂൺസ്. ക്രസൻറ്റ് ഷേപ്പിൽ രൂപം കൊള്ളുന്ന, ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന സാൻഡ് ഡ്യൂണിനെ ബർക്കൻസ് എന്നാണ് വിളിക്കുന്നത്. കാറ്റിൻ്റെ ഡിപ്പോസിഷൻ്റെ ഫലമായിട്ടാണ് സാൻഡ് ഡ്യൂൺസ് രൂപം കൊള്ളുന്നത്. കാറ്റ് എതിർദിശയിൽ നിന്നാണ് വീശുന്നതെങ്കിൽ ബർക്കൻസിൻ്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ടാകും. മരുഭൂമി കാഴ്ചകൾ കാണാൻ കഴിയാത്ത ലോകത്തിലെ ഏക വൻകര യൂറോപ്പാണ്. നമ്മുടെ നാട്ടിലും നിരന്തരം കാറ്റ് വീശാറുണ്ടെങ്കിലും കാറ്റിൻ്റെ പ്രവർത്തനം മൂലമുള്ള ലാൻഡ് ഫോംസ് കാണാൻ കഴിയാത്തതിൻ്റെ കാരണം ധാരാളം സസ്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് നമ്മളുടേത്. സസ്യജാലങ്ങൾ കാറ്റിൻ്റെ സഞ്ചാരത്തെ സ്വാധീനിക്കുന്നു, തടസ്സപ്പെടുത്തുന്നു. മണ്ണിൽ ഈർപ്പമുള്ളതിനാൽ കാറ്റിന് അവയെ ഇളക്കി മാറ്റിക്കൊണ്ട് പോകാനായിട്ട് കഴിയുകയുമില്ല. വളരെ ശക്തമായിട്ടുള്ള കാറ്റ് അനുഭവപ്പെടുന്ന പ്രദേശമാണെങ്കിലും നമ്മുടെ കേരളത്തിൽ വിൻഡ് ഇറോഷൻ കൊണ്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ആവാത്തതിന് കാരണമാണിത്. ഡെസേർട്ട്സിൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ആവുന്നതിനുള്ള പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജൻറ്റ് വിൻഡാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മഷ്റൂം റോക്സ് വിൻഡ് ഇറോഷൻ്റെ ഫലമായും സാൻഡ് ഡ്യൂൺസ്, ബർക്കൻസ് എന്നിവ ഡിപ്പോസിഷൻ്റെ ഫലമായും രൂപം കൊള്ളുന്ന ലാൻഡ് ഫോംസ് ആണ്.